Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഇത് അബി IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പക്ക ഡീസന്റ്, വലിയുമില്ല കുടിയുമില്ല. അല്ല, നിങ്ങൾക്കുമില്ലേ ഇതുപോലൊരു ഫ്രണ്ട്? ഹലോ. Hey bro, it's time to fly. കൺഗ്രാറ്റ്സ് മച്ചാ. വിസ റെഡിയായോ? എപ്പോഴാ പാർട്ടി? Where are you? ഐ എം ഇൻ ദോശ പ്ലസ. You just wait, ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് ഹുസൈനും ഫ്രണ്ട്സും US പോകാൻ വിസ റെഡിയായതിന്റെ ഒരു ചെറിയ പാർട്ടിയായി നടക്കുന്നത്. അല്ലെങ്കിലും ഇവർക്ക് മദ്യപിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. യോ ഞാൻ അബിയെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. We will do one thing. അവനെ പിക്ക് ചെയ്ത് നേരെ ബീച്ചിലോട്ട് വിടാം. ഓക്കെ, അത് തന്നെ. കുറെ കാലമായി ബീച്ചിൽ പോയി രണ്ടെണ്ണം അടിച്ചു. ഓ, എന്നിട്ട് വേണം ഇനി പോലീസ് പിടിക്കാൻ. Don't worry, my father is a sub inspector of DIG. ഒന്ന് പോടേ, ചെന്നാ വണ്ടി കയറ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എല്ലാ കുടിയന്മാരും ഉണ്ടല്ലോ. ആ ഹളിയാ, സാധനം ഉണ്ട്, ഒന്ന് ഒഴിക്കട്ടോ. ഇവന് വല്ല ജ്യൂസോ ഫ്രൂട്ടിയോ മേടിച്ചു കൊടുക്ക്. ഹായ് മച്ചു. ഇത് ഹരിയും ദിവ്യയും വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് 5 വർഷത്തെ പ്രണയത്തിന് ശേഷം അവരിന്ന് വിവാഹിതരായി. ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഇതാണോ നിന്റെ പാർട്ടി? അവന്റെ പന്ന ഓപ്പ് തേപ്പ്, അവന്റെ പന്ന പാർട്ടി എന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. നടക്കൂടെ? ഞാൻ US-ലോട്ടൊക്കെ ഒന്ന് പറന്നോട്ടെ. നിനക്കൊക്കെ കുടിച്ചു പറ്റിക്കാൻ ബെക്കാടിയുടെ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ പണിഞ്ഞു തന്നേക്കാം. ഓ, ഒന്ന് പതുക്കെ തള്ളിയാ. തള്ളി തള്ളി ഞാൻ ഈ അറ്റത്തായി. എന്താടാ കോളയാ? അത് നിന്റെ അത് വേണ്ട, അബിടാ അണ്ണാക്കിലോട്ട്. നിർത്തടാ, നിനക്കൊക്കെ നന്നായി കൂടി. അവന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു വെള്ളം അടി. ബ്രോസ്, ഞാനാരാ മോൻ? ഇത് രണ്ടും മിക്സിംഗ് അല്ലേ? അളിയനാണ് അളിയൻ. എത്രയാ? 20 രൂപ. 20 രൂപയോ? അതെ. ഇതിനോ? ആ, എത്ര? 20 രൂപ. എന്നാ 10 രൂപ. പറ്റുമെങ്കിൽ നീ വിറ്റാ മതി. പോടെ. എവനൊക്കെ എവിടെ നിന്നാ പറഞ്ഞു?
ചേട്ടാ അച്ചാർ വേണോ? നമുക്കൊന്ന് വാങ്ങിയാലോ? ഹരിയേട്ടൻ കഴിച്ചോ? എത്രയാ? 20 രൂപ. ചേട്ടാ ഇനിയും വേണോ? ആ ഒന്ന് മതി. ഇതാ കഴിക്ക. എനിക്ക് വേണ്ട. ആ. വേണ്ട. നീ ഇങ്ങനെ നെർവസ് ആവാതെ. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ഇനി ആരെക്കുറിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് മരണം വരെ ഞാനുണ്ട്. വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമം. പാവം എൻ്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ല. ദിവ്യേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിന്റെ അച്ഛനെ കണ്ട് സംസാരിച്ചതല്ലേ. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവർ ഒന്നും അറിയാത്ത എൻ്റെ അച്ഛനും അമ്മയും കൂടി വേദനിക്കേണ്ടി വന്നു. വാട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഫെയ്റ്റ്, ബട്ട് ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഈ നല്ല ദിവസമായിട്ട് നമുക്ക് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എങ്കിൽ വാ, നമുക്ക് ഈ തിരമാല എണ്ണി കളിക്കാം. 5-6 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇന്ന് നമ്മൾ വിവാഹിതരായി. തിരമാല എണ്ണി കളിക്കാനാണോ ഹരിയനെ കെട്ടിയെ? ബ്രോസ്, ഗുഡ് ന്യൂസ്. എന്തുവാടേ? എനിക്കൊരു പ്രപ്പോസൽ. വാവ്, 90% ഉറപ്പായി. കൺഗ്രാസ് അളിയാ. വയസ്സാങ്കാലത്തെങ്കിലും പെണ്ണ് കിട്ടിയല്ലോ. എനിക്കൊരു പക്ഷേ ഒരു പ്രോബ്ലം. ആ, എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വെള്ളമടി. അവരറിഞ്ഞ ഗോവിന്ദ. കല്യാണം വരെയെങ്കിൽ ഇതൊന്നും നിർത്തിക്കൂടെ? ഇത് എത്രാമത്തെ പ്രപ്പോസലാ? ഒന്ന് പോടേ. വെള്ളം അടിക്കുന്നവരാരും കല്യാണം കഴിക്കുന്നില്ലേ? ചുമ്മാ. എന്തുവാടേ? അളിയാ, ദോണ്ടൊരു പെണ്ണളിയാ. എവിടെ? ദോണ്ടടാ അവിടെ. ദോ വാ, നമുക്ക് അങ്ങോട്ട് നോക്കാം. അളിയാ വാ. ഇവനൊന്നും ഒരു മാറ്റമില്ലല്ലോ. പ്രേമ, എന്ത് പറ്റിയടേ? വല്ല നടക്കോ? നടക്കും. 2 മാസം കഴിയുമ്പോ അവളെ കോച്ച് കടക്കും. അതൊരു ഗർഭിണിയാടാ. എടേ നോക്കിയൊക്കെ നടക്കണ്ടേ? വെള്ളം അടിച്ച വയറ്റി കിടക്കണം. എവിടെയാടേ ഇത്? കീഹോളൊന്നും കാണാനില്ലല്ലോ. അല്ലപ്പാ, ഈ കണ്ടീഷൻ നീ വണ്ടി എടുക്കണ്ട. നീ ഇറങ്ങ്, ഞാൻ എടുക്കാം. ഒന്ന് പോടേ. എനിക്കറിയാം വണ്ടി എങ്ങനെ എടുക്കണമെന്ന്. എടാ, നമ്മുടെ ആന്റിപ്പന്റെ വണ്ടിയാണല്ലോ. ഓ അതേടാ, ദൈവമേ, ഞാൻ അപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വണ്ടി എടുക്കാം. ഹരിയേട്ടാ, കണ്ണു തുറക്ക് ഹരിയേട്ടാ. എന്താ പറ്റിയെ? എനിക്കിനി ആരുണ്ട് ഹരിയേട്ടാ? കണ്ണു തുറക്ക് ഹരിയേട്ടാ. എന്നെയും കൂടെ ഒന്ന് കൊന്നുതാ ഹരിയേട്ടാ. പറഞ്ഞല്ലോടാ ഞാൻ വണ്ടി എടുക്കാം. എന്റെ വാക്ക് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ അവൾക്ക് അവനെ നഷ്ടമാവൂലായിരുന്നു. എന്ത് പറയാനാ? എന്തിനും ഏതിനും ഒരു നാശിച്ച വെള്ളമോടി. എന്തൊക്കെ അനുഭവം ഉണ്ടായിരുന്നു ആരും പഠിക്കില്ല. അപകടങ്ങൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ. ഈ ലോകം നന്നാവില്ല.
രാഗമേഘം മൂടുവാൻ ഒരു പാട്ടും മൂളാതെന്റെ മുന്നിൽ നിൽപ്പു നീ. വിട പറയും നിന്നെ പിരിയുവാൻ ഞാൻ മൂകമായി തേങ്ങവേ. വിരൽ കൊണ്ട് തൊട്ടുഴിയാമോ വെറുതേതോ മൗനമായി നെറുകയിൽ